ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി വെച്ചാലോ. അതിന് വേണ്ടി കുറച്ച് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുക്കറിലേക്ക്. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് കുക്കറിലല്ലെങ്കിൽ സാധാരണയായിട്ട് വേവിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് വേവിച്ചെടുത്തു. അത് 2 വിസിലിട്ട് വേവിച്ചതിന് ശേഷം ഞാനൊരു ചട്ടിയിലിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് കുറച്ച് അരപ്പ് വേണം. അതിലേക്ക് തേങ്ങ, ജീരകം, പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെന്ത മാമ്പഴത്തിൻ്റെ പുറത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതൊന്നൊന്ന് ചൂടാവട്ടെ. ആ സമയം നമുക്ക് ഇതിനൊക്കെ ഒരു താളിപ്പ് റെഡിയാക്കണം. അതിലേക്ക് എണ്ണ എടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കരിവേപ്പില, വറ്റൽമുളക്, പിന്നെ നമ്മൾ ഇതിനെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡിയായേ. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം.